how cold is not in her. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗിഗ്നോ മലയാള ടെക് ചാനലിൻ്റെ മറ്റൊരു ടെക് എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ആദ്യത്തെ ന്യൂസ് വരുന്നത് റിയൽമിയുടെ വകയാണ്. റിയൽമി മെയ് 31 ഒരു ഗംഭീര ലോഞ്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. റിയൽമിയുടെ ഫോണുണ്ട്, റിയൽമിയുടെ സ്മാർട്ട് AOT പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ അപ്ഡേറ്റ് വരുന്നത് റിയൽമി സ്മാർട്ട് TV ആണ്. 4K സ്മാർട്ട് TV റിയൽമി ലോഞ്ച് ചെയ്യുകയാണ്. 43 ഇഞ്ച് TV യും 50 ഇഞ്ച് TV യും റിയൽമി ലോഞ്ച് ചെയ്യുന്നുണ്ട്. 2 സൈസിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. മെയ് 31 12:30 ലോഞ്ച്. അൾട്രാ HDR സപ്പോർട്ട്, ഡോൾബി വിഷൻ, ഡോൾബി ഓഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കിടുക്കൻ TV ആണ് റിയൽമി ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിലുള്ള പ്രൈസിൽ നമുക്ക് 43 ഇഞ്ച് TV നമുക്ക് ലഭിക്കും. അതായത് 25K റേഞ്ചിൽ നമുക്ക് 43 ഇഞ്ച് TV ലഭിക്കും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത അപ്ഡേറ്റും വരുന്നത് റിയൽമിയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് റിയൽമി X7 Max 5G ഫോണിൻ്റെ ലോഞ്ചാണ്. റിയൽമി GT Neo എന്ന പേരിലുള്ള ചൈനയിൽ ലോഞ്ച് ചെയ്ത ഫോണ് റീനെയിം ചെയ്തിട്ടാണ് ഇവിടെ റിയൽമി X7 Max 5G എന്ന പേരിൽ റിയൽമി ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. Dimensity 1200 5G പ്രോസസ്സറാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് 1200 ഉപയോഗിച്ച് ഒരു ഫോൺ വരുന്നത് റിയൽമി X7 Max ആണ്. നമുക്ക് 120 Hz റിഫ്രഷ് റേറ്റുള്ള സൂപ്പർ അമോൾഡ് ഡിസ്പ്ലേ നമുക്ക് ലഭിക്കുന്നുണ്ട്. ട്രിപ്പിൾ റിയർ ക്യാമറ ലഭിക്കുന്നുണ്ട്. നമുക്ക് 64 മെഗാ പിക്സലിൻ്റെ 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ, 2 മെഗാ പിക്സൽ മാക്രോ, അങ്ങനെയാണ് 16 മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറയാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ 4500 mAh ബാറ്ററി, 50 വാട്ട് സൂപ്പർ ചാർജർ ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രധാന സവിശേഷത നമുക്ക് X7 Proയിലും ഇല്ലാത്ത 3.5mm ഹെഡ്ഫോൺ ജാക്ക് X7 Maxൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിന് ഹ്യൂജ് പ്രൈസൊക്കെയാണ് ഇപ്പോൾ ലീക്ക് ആയിട്ട് വരുന്നത്. ഒരു 39 ഒക്കെ വരുന്നു എന്നൊക്കെ ലീക്കിംഗ് പ്രൈസൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഒഫീഷ്യൽ ലോഞ്ചിന് ശേഷമേ നമുക്ക് കൃത്യമായിട്ടുള്ള പ്രൈസും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. എന്തായാലും അഫോർഡബിൾ റേഞ്ചിൽ ആ ഫോൺ ലോഞ്ച് ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ അടുത്ത അപ്ഡേറ്റും വരുന്നത് ഒരു സ്മാർട്ട് TVയെ കുറിച്ചാണ്. ഷാമിയുടെ Mitv സീരീസിലെ 4A ഹൊറൈസൺ എഡിഷൻ്റെ 40 ഇഞ്ച് TV ഷാമി ജൂൺ 1 ലോഞ്ച് ചെയ്യുകയാണ്. മെയ് 31 റിയൽമി അവരുടെ സ്മാർട്ട് TV 43 ഇഞ്ചും 50 ഇഞ്ചും ലോഞ്ച് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ ഷാമി വിട്ടുകൊടുക്കാതെ അവരുടെ Mitv സീരീസിലെ 4A ഒരു കിടിലൻ TV ലോഞ്ച് ചെയ്യുകയാണ്. ഹൊറൈസൺ എഡിഷൻ എന്ന് പേരിട്ട് വിളിക്കുന്ന അവരുടെ സീരീസിലുള്ള Mitv സീരീസിലുള്ള ഒരു TV ലോഞ്ച് ചെയ്യുകയാണ്. 40 ഇഞ്ചാണ്. ഡോൾബി DTS ഓഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു TV ആണ്. മികച്ച സ്പെസിഫിക്കേഷൻസ് ആയിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഷവമി ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. കുറച്ച് കാര്യങ്ങളെ റിവീൽ ചെയ്യുന്നുള്ളൂ. തുടർച്ചയായ ദിവസങ്ങളിൽ കൂടുതൽ TVയുടെ സ്പെസിഫിക്കേഷൻസ് അവർ റിവീൽ ചെയ്യും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ജൂൺ 1 ഷവമിയുടെ Mitv സീരീസിലെ 4A 40 ഇഞ്ച് TV നമുക്ക് ലഭ്യമാവുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് വരുന്നത് പോക്കോയുടെ ഭാഗത്തു നിന്നാണ്. പോക്കോയുടെ M3 Pro ഒരു സക്സസ് ആയ ഫോണായിരുന്നു. അതിൻ്റെ 5G വേരിയൻ്റ് അവർ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. Dimensity 700 പ്രോസസ്സറാണ് അവർ ഉപയോഗിക്കാൻ പോകുന്നത്. നല്ലൊരു പ്രോസസ്സറാണ്. 7nm FinFET ടെക്നോളജിയിൽ ഉപയോഗിച്ച് മാനുഫാക്ചർ ചെയ്തൊരു പ്രോസസ്സറാണ്. മികച്ച പവർ എഫിഷ്യൻസി, മികച്ച പ്രവർത്തനക്ഷമത കാഴ്ചവെക്കുന്ന ഒരു പ്രോസസ്സറാണ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ 2 ഫോണ് 7nm മാനുഫാക്ചർ ചെയ്ത Dimensity 700 ഉപയോഗിച്ചിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. റിയൽമി 8 5G Dimensity 700 ആണ്. ഓപ്പോയുടെ A53s Dimensity 700 ആണ്. രണ്ടും മികച്ച നല്ല പെർഫോമൻസ് നൽകുന്ന ഫോണാണ്. ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സറാണ് Dimensity 700. ഇനിയിപ്പോൾ റിയൽമിയുടെ നാസോ 30 ഈ Dimensity 700 ആണ് എന്നാണ് കേൾക്കുന്നത്. കറക്റ്റ് ഇൻഫർമേഷൻ നമുക്ക് ലഭ്യമല്ല. പിന്നെ പോക്കോ M3 പ്രോനെ കുറിച്ച് പറയുകയാണെങ്കിൽ 5Gയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 5000 mAh ബാറ്ററി വിത്ത് 18 വാട്ട് ഫാസ്റ്റ് ചാർജർ നമുക്ക് ലഭിക്കുന്നുണ്ട്. 48 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ നമുക്ക് ലഭിക്കുന്നുണ്ട്. NFC ലഭിക്കുന്നുണ്ട്. 6.5 ഇഞ്ച് ഫുൾ HD പ്ലസ് IPS LCD ഡിസ്പ്ലേ ആണ്. 90 Hz റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ ആണ്. അതൊക്കെയാണ് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ്. ഫോണിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഡെപ്ത് ഡീറ്റെയിൽസൊക്കെ ഫോൺ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് വരുന്നത് നമ്മുടെ റെഡ്മിയുടെ ഭാഗത്തു നിന്നാണ്. റെഡ്മിയാണ് ഇന്ത്യയിൽ ഒന്നാമത്തെ മൊബൈൽ ബ്രാൻഡായിട്ട്, ഒന്നാം സ്ഥാനത്തേക്കുന്ന മൊബൈൽ ബ്രാൻഡായിട്ട് ഷവമിയാണ് മുന്നോട്ട് പോകുന്നത്. ഷവമിയുടെ സബ് ബ്രാൻഡാണ് റെഡ്മി. അപ്പോൾ റെഡ്മിയുടെ ഫോണുകളാണ് കൂടുതൽ വിറ്റഴിക്കുന്നത്. അവരെന്തിനാണ് ഈ കാര്യം ചെയ്യുന്നതെന്ന് റെഡ്മിക്കും ഷവമിക്കും അറിയൂ. കാരണം എന്താ വെച്ചാൽ റെഡ്മി നോട്ട് 8ൻ്റെ 2 വർഷം മുന്നേ പുറത്തിറങ്ങിയ റെഡ്മി നോട്ട് 8ൻ്റെ 2021 വേരിയൻറ്റ് അവർ പുറത്തിറക്കാൻ തയ്യാറെടുക്കുകയാണ്. അതും മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G85 എന്ന പ്രോസസ്സർ ഉപയോഗിച്ചിട്ടാണ്. 48 മെഗാ പിക്സൽ
കോഡ് ക്യാമറയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഫോൺ പുറത്തിറക്കുന്നത്. എന്തിനാണ് അവർ അത് ചെയ്യുന്നതെന്ന് റെഡ്മിക്ക് മാത്രമേ അറിയാവൂ. കാരണം റെഡ്മിയുടെ തന്നെ നോട്ട് 10-ൻ്റെ ഒക്കെ ഇതേ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോൺ റെഡ്മി 9-ൻ്റെ ഉണ്ട്, റെഡ്മി 10 ഉണ്ട്. ഇപ്പോൾ അതും കൂടെ ആയിട്ട് റെഡ്മി നോട്ട് 8 എന്തിനാണ് 2021 വേരിയൻ്റ് പുറത്തിറക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എന്തായാലും ഫോണ് ലോഞ്ച് ആകാൻ പോവുകയാണ്. അതിൻ്റെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ലീക്ക് ഇമേജും കാര്യങ്ങളൊക്കെ ഓൾറെഡി ന്യൂസും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റ് അപ്ഡേറ്റ് വരുന്നത് റിയൽമിയുടെ ഭാഗത്തു നിന്നാണ്. റിയൽമി X3യുടെയും റിയൽമി X3 സൂപ്പർ സോണും ആൻഡ്രോയിഡ് 11 അധിഷ്ഠിതമായ റിയൽമി UI 2.0 അപ്ഡേറ്റ്, സ്റ്റേബിൾ അപ്ഡേറ്റ് ലഭിച്ചിരിക്കുകയാണ്. ക്യാമറ, ബ്ലൂടൂത്ത്, വൈഫൈയുടെ ബഗ്സും കാര്യങ്ങളൊക്കെ എററും കാര്യങ്ങളൊക്കെ മാറ്റി ഒരു ക്ലീൻ സ്റ്റേബിൾ അപ്ഡേറ്റ് ആയിട്ടാണ് റിയൽമി OTA അപ്ഡേറ്റ് അവർ പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ റിയൽമി X3 ആൻഡ് റിയൽമി X3 സൂപ്പർ സോം യൂസേഴ്സിന് ഒരു സന്തോഷ വാർത്തയാണിത്. അവരുടെ ആൻഡ്രോയിഡ് 11-ലേക്കുള്ള അപ്ഡേറ്റ് ഓരോ ഘട്ടമായിട്ട് അവരുടെ ഓരോ ഫോണിലേക്കും ഇനി വൈകാതെ തന്നെ എത്തുന്നതാണ്.